കുറച്ച് ദിവസം മുമ്പ് ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു പാട്ടാണ്. ആ പാടിയ ആളെ വിളിച്ചു സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് താൻ എഴുതിയതാണ്, താൻ തന്നെ ഈണമിട്ട് പാടിയതാണ് എന്നാണ്. ഒരു വീട്ടമ്മയാണ്, ശ്യാമളകുമാരി എന്നാണ് അവരുടെ പേര്. റിട്ടയർഡ് നഴ്സറി ടീച്ചറാണ്. നല്ല ശബ്ദം കേട്ടത് കൊണ്ടാണ് അന്വേഷിച്ചത്. ധാരാളം പാട്ടുകൾ എഴുതുകയും പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പൊതുസമൂഹത്തിലേക്ക് അതൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ്. ശ്യാമളകുമാരി ടീച്ചറെ പോലെ ധാരാളം പ്രതിഭകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ കാണാതെ പോവുകയാണ്, അല്ലെങ്കിൽ അറിയാതെ പോവുകയാണ്. ആ പാട്ട് കേട്ടപ്പോഴും അതിലെ വരികൾ കേട്ടപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നവാബ് ടോക്കിൽ അത് ഉൾപ്പെടുത്തുന്നത്. ചിലപ്പോൾ പോരായ്മകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും, പക്ഷേ അതിൻ്റെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വീട്ടമ്മ അവരുടെ ജീവിത തിരക്കുകൾക്കിടയിൽ എഴുതുകയും സ്വയം പാടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ പ്രയത്നത്തെ അല്ലെങ്കിൽ ആ കലാപ്രവർത്തനത്തെ അംഗീകരിച്ചേ മതിയാവും. ആ പാട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇത്തരം ആളുകൾക്ക് പ്രോത്സാഹനമാകാൻ ഇത് ഗുണകരമാകും എന്ന പ്രതീക്ഷയോടെ നവാബ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മഞ്ഞുതുള്ളി പോലെ, ഒരു തേനിലാവ് പോലെ, അരികിലായി അരുമയായി വന്നു നീ. ഒരു മഞ്ഞുതുള്ളി പോലെ, ഒരു തേനിലാവ് പോലെ, അരികിലായി അരുമയായി വന്നു നീ. നിറകുടം തൂകുമീ പാൽനിലാ പുഞ്ചിരി, അഴകേ അഴകേ എൻ സഖി. ഒരു മഞ്ഞുതുള്ളി പോലെ, ഒരു തേനിലാവ് പോലെ, അരികിലായി അരുമയായി വന്നു നീ. മധുമന്ദഹാസമായി മലർമൊഴി കൊഞ്ചലായി, ഒരു പൂവസന്തം നറുതേൻ സുഗന്ധം. മധുമന്ദഹാസമായി